പാർട്ടികൾ ഡൽഹിയിൽ മാത്രമല്ല, രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലും പറന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നു, പറന്നുയർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് സ്കൂൾ ടീക് കരോ എന്ന CJPയുടെ പുതിയ മുദ്രാവാക്യം. സ്കൂളുകളെ നന്നാക്കിയെടുക്കൂ എന്ന് പുതിയ തലമുറയിലെ യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്ന അവരുടെ സമരം കേവലം പ്രതീകാത്മകമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നോക്കൂ, രാജസ്ഥാൻ എന്ന് പറയുന്ന വലിയ സംസ്ഥാനം, ഏതാണ്ട് 8.5 കോടിയിലധികം ജനങ്ങൾ അധിവസിക്കുന്ന രാജസ്ഥാനിലെ വിദ്യാഭ്യാസ മേഖലയുടെ കുത്തഴിഞ്ഞ നിലപാടുകളെ തുറന്നു കാണിക്കുവാൻ CJPയുടെ പ്രതിനിധികൾ നടത്തിയ ശ്രമത്തെ ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചോടിക്കാൻ ഒരു ദിവസം BJP വിജയിച്ചുവെങ്കിൽ അതിനുശേഷം ഇതാ രാജസ്ഥാൻ സർക്കാരിന് തന്നെ കാര്യങ്ങൾ ബോധ്യപ്പെടേണ്ടി വന്നിരിക്കുന്നു. 12,500 കോടി രൂപ പ്രത്യേകമായി അനുവദിച്ചുകൊണ്ട് അടുത്ത 3 വർഷത്തിനിടയിൽ രാജസ്ഥാനിലെ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് രാജസ്ഥാൻ സർക്കാരിനെ കൊണ്ട് പറയിച്ചവർ ഈ പാർട്ടികളാണെന്ന് മറക്കരുത്. നോക്കൂ, രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന 95,000 സ്കൂളുകൾ അടച്ചുപോയതിൽ ഒരു ഉത്കണ്ഠയും രേഖപ്പെടുത്തുന്നവരല്ല രാജ്യം ഭരിക്കുന്ന നമ്മുടെ സർക്കാർ സംവിധാനം. കേരളത്തിലേക്ക് വന്നാൽ കേരളം രാജ്യത്തിനാകെ വിദ്യാഭ്യാസ മേഖലയിൽ മാതൃകയാണ് എന്ന് നമ്മൾ പറയുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ട്, സുരക്ഷിതത്വം മെച്ചപ്പെട്ടിട്ടുണ്ട്, അധ്യാപന രീതിയുടെ നിലവാരം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഭേദപ്പെട്ടതാണെന്ന് പറയുമ്പോഴും കേരളത്തിലും വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തേണ്ട കാലാകാലങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുവാനും കൂടുതൽ കരുത്തുള്ളവരാക്കി നമ്മുടെ വിദ്യാർത്ഥികളെ മാറ്റിയെടുക്കുവാനും മാറിക്കൊണ്ടിരിക്കുന്ന ലോക സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ ഏറ്റവും കരുത്തുള്ള ജ്ഞാനബോധമുള്ള കുട്ടികളായി കേരളീയരെ മാറ്റിയെടുക്കുവാനും ഇന്നത്തെ വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള പരിമിതികളെ മറികടക്കും വിധം കേരളത്തിലും പാർട്ടികൾ പറന്നുയരട്ടെ എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്.